മെക്സവനെതിരായ പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മെക്സവനെതിരെ സിപിഎം വിമർശനം ഉന്നയിച്ചിട്ടില്ല. വസ്തുതകൾ വഴിതിരിച്ചുവിടരുത്. വ്യായാമമുറ ശീലിക്കുന്നത് രോഗമുക്തിക്ക് നല്ലതാണെന്നും അത് പ്രോത്സാഹിപ്പിക്കണമെന്നും പി മോഹനൻ പറഞ്ഞു. പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി, സംഘപരിവാർ, പോപ്പുലർ ഫ്രണ്ട് എന്നിവർ നുഴഞ്ഞു കയറുന്നു. ഗൂഢ അജണ്ടയ്ക്ക് അത്തരം വേദികൾ ഉപയോഗിക്കുന്നുവെന്നും പി മോഹനൻ കുറ്റപ്പെടുത്തി. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വസ്തുതകൾ വഴിതിരിച്ചു വിടരുത്. മെക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലെന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ആളുകളെല്ലാം കക്ഷി മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ മറയായിട്ട് ചിലയിടത്ത് ഉപയോഗിക്കുന്ന. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ മെക്സവനുമായി ബന്ധപ്പെട്ട് പൊതുപരിപാടിയിലെ പ്രസംഗം, പി മോഹന്റെ പ്രസംഗം CPM ഒന്നാകെ ഏറ്റെടുത്തില്ല എന്നതിന്റെ തെളിവല്ലേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം? മെക്സവനെയല്ല, അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടൊക്കെ നുഴഞ്ഞു കയറുന്നത് പൊതുവേദികളിലാണ് എന്നതിലേക്ക് അതിനെ ഒന്ന് മാറ്റുന്നുണ്ട് പി മോഹനൻ. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനാവുന്നത്? മെക്സവനുമായി ബന്ധപ്പെട്ട പ്രതികരണം വ്യാപകമായ എതിർ പ്രതികരണങ്ങൾ ഉയർത്തിയിരുന്നു. അത് കൂടാതെ BJP അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയും അതിൽ വ്യായാമ കൂട്ടായ്മയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പി മോഹനൻ രംഗത്തേക്ക് എത്തുന്ന കാഴ്ചകൾ ഉൾപ്പെടെ കാണുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ വലിയ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ അത് മാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ BJP ഉൾപ്പെടെ അത് ഏറ്റെടുത്ത് വലിയ അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ തന്നെ പി മോഹനൻ ആദ്യഘട്ടത്തിൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധമുള്ള ആളുകളാണ് നിലവിൽ മെക്സവനോട് അതിന്റെ പേര് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അത്തരത്തിൽ വ്യായാമ കൂട്ടായ്മകളുടെ നേതൃസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ ഇന്ന് ആ നിലപാടിൽ നിന്നും അല്പം അദ്ദേഹം പുറകോട്ട് പോകുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് CPM-നകത്ത് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കോ പോകുന്നതിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു, ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇന്ന് പി മോഹന്റെ പ്രതികരണമായി പുറത്തു വന്നിരിക്കുന്നത്. മെക്സവന്റെ പേര് ഒരിടത്തും തന്നെ താൻ പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇത്തരം പൊതു ഇടങ്ങൾ, ആ ഇടങ്ങളിലേക്ക് സംഘപരിവാർ സംഘടനകളും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതരാഷ്ട്ര മൗലികവാദികൾ കടന്നു കയറുകയും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഒരു പൊതു ജാഗ്രത വേണമെന്നുള്ള നിലപാടാണ് താൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പി മോഹനൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കാര്യത്തിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണം ആരായാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കൃത്യമായ പ്രതികരണത്തിലേക്ക് പോകാൻ CPM-ഓ അല്ലെങ്കിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ള നിലയിൽ പോലും കാര്യങ്ങൾ തിരിഞ്ഞു വരുന്ന സാഹചര്യമുണ്ടായി. അത് തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യവും കൂടി വന്നതിന് പിന്നാലെയാണ് മെക്സവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു വ്യായാമ കൂട്ടായ്മ എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പേരെടുത്ത് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങൾക്ക് ഒരു പൊതുജാഗ്രതാ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തത് എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ പി മോഹനൻ എത്തിയിരിക്കുന്നത്. ശരി, പി മോഹനൻ തളിപ്പറമ്പ് നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിൻ്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്, ഞങ്ങളെത്തി. അതെ. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത് പോയി മാഷ എന്താ ഇവരെപ്പോൾ അതെ ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരും.